ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആക്സിയൽ ഡിഫോർമേഷൻ തന്നെയാണ്. ഒരു മെമ്പർ ആക്സിയലി ലോഡഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിഫോർമേഷൻ തന്നെയാണ് കാണാൻ പോകുന്നത്. പക്ഷേ തൊട്ട് മുന്നേ കണ്ട കേസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ മുന്നേ കണ്ട കേസ് ഇതായിരുന്നു. ഇതിൽ എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആണ്. പിന്നെ ലെങ്ത്ത് വാരി ചെയ്യും. ഓക്കെ, കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആയിരുന്നു. അത് മാത്രമല്ല ഒരു സിംഗിൾ ലോഡായിരുന്നു ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുക. ഈ ഒരു കേസിൽ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് ലോഡാണ്, പക്ഷേ ഏരിയ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഏരിയ മാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോർമുല ഡെൽറ്റ ഈക്വൽ ടു PL/AE എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഏരിയ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഏരിയ കോൺസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതിൽ പി വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് വേരി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അലോങ് ദ മെറ്റീരിയൽ നമ്മൾ നീങ്ങുന്ന സമയത്ത് യങ്സ് മോഡുലസോ അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സോ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുലയും മാറും. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സങ്കല്പിക്കുക, ഒരു റോഡുണ്ട്, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സംതിങ് ലൈക്ക് എ ഫസ്റ്റ്രം ഓഫ് എ കോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ടെൻസൈലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ചെറിയ എലമെൻ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ ലെങ്ത്ത് L അല്ലേ. ഇതാണ് ഒരു പോയിൻ്റ് എക്സ്. ഈ എക്സിൽ DX ലെങ്ത്ത് എടുക്കുക. ഓക്കെ, ചെറിയൊരു DX ലെങ്ത്ത് എടുക്കുക. നമുക്ക് ചെറിയ സ്ട്രിപ്പായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് റം ഓഫ് എ കോണിൽ ചെറിയൊരു ഭാഗം ഇതെടുത്ത് എങ്ങനെ ഉണ്ടാവും? ഏകദേശം ഒരു സൂം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഏകദേശം ചെറിയൊരു ഡിസ്ക് മാതിരി ഉണ്ടാവുമല്ലോ. ഇവിടെ ഏരിയ കോൺസ്റ്റൻ്റ് അല്ലേ. നിങ്ങൾ നല്ല സൂം ചെയ്ത് നോക്കുക. ഈ ഫസ്റ്റ് റം ഓഫ് എ കോണിൽ നല്ല സൂം ചെയ്തിട്ട് ഒരു ചെറിയ പോയിന്റ് എടുത്താൽ ഏകദേശം ഇതേമാതിരി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, അവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, പി തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? അവിടുത്തെ സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡി ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? P of x L എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ആണ്, അതെന്താണ്? DX ആണ് അല്ലേ. അപ്പോൾ ഈ L മാറ്റി നമുക്ക് DX ചെയ്തേണ്ടി വരും. DX ഡിവൈഡഡ് ബൈ AX EX. ഈ എക്സ് ഒക്കെ സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാറാം. ഉദാഹരണത്തിന് ഈ ഒരു പോയിൻ്റ് എക്സിലുള്ള ഏരിയ അല്ല ഈ ഒരു പോയിൻ്റ് എക്സിൽ എത്തുന്ന സമയത്തുള്ളത്. ഏരിയ ഈസ് വാരിയിങ് അലോങ് എക്സ് ഡിറക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഏരിയൻ്റെ ഫംഗ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയ ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ നമ്മൾ ഫുൾ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടണമെങ്കിൽ, അഥവാ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ് അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് P of x D of x A of x E of x 0 to L നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സംഭവം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ഈ ഡയറക്റ്റ് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇതൊരു ഫ്രസ്ട്രം ഓഫ് എ കോണാണ്. ഇതിൻ്റെ വലിയ റേഡിയസ് B ആണ്, ചെറിയ റേഡിയസ് A ആണ്, ഹൈറ്റ് H ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 0 ഒക്കെ എടുക്കാം. ഇതൊരു പ്രത്യേക പോയിൻ്റ് എക്സ്. ഇവിടെ നിങ്ങോട്ടാണ് നമ്മൾ എക്സ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എക്സ് ഇതാണ് നമ്മുടെ റെഫറൻസ്. ഇവിടുന്ന് എക്സ് ലെങ്ത് എടുത്ത് നമ്മൾ ഓരോ എക്സിലുള്ള ഡെൽറ്റ ചേഞ്ച് ഇൻ ലെങ്ത് എടുത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രത്യേക എക്സ് എടുത്താൽ ഇവിടെ നമുക്കറിയാം ഒരു ഡിസ്ക്കാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എന്താണ്? ഡി ഡെൽറ്റ, ചെറിയ ഡെൽറ്റ എന്ന് പറയുന്നത് P DX by AX
ഇ, എല്ലാ എക്സ് സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാ എക്സിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി സെയിം ആണ്. അതുകൊണ്ട് പി ഈസ് കോൺസ്റ്റൻറ്റ്, ഫങ്ഷൻ ഓഫ് എക്സ് അല്ല. ഓക്കെ, അത് പോയി. മാത്രമല്ല യങ്സ് മോഡുലസും കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് എക്സ് മാറുന്തോറും യങ്സ് മോഡുലസ് മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഇതെന്താക്കണ്ട, എക്സിന് ഫംഗ്ഷനായിട്ട് എടുക്കണ്ട, ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്താൽ മതി. ഇവിടെ ആകെ വേരി ചെയ്യുന്ന സാധനം നമ്മുടെ ഈ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു പി ഡി എക്സ് ബൈ എ ഓഫ് എക്സ് ഇൻറ്റു ഇ 0 to L. നമ്മൾ L അല്ല, അവിടെ എച്ച് ആണ്, സോറി, എച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് കിട്ടും. ഓൾറൈറ്റ്, ഇവിടെ നമുക്ക് എന്താണ് എ ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മുടെ എങ്ങനെയാണ് ഫസ്റ്റ് റേഡിയസ് വേരി ചെയ്യുന്നത് കണ്ടുപിടിക്കണ്ടേ? ഇനീഷ്യലി എ ആയിരുന്നു. ഓക്കെ, ഇനീഷ്യലി എ എന്നുള്ള റേഡിയസ് ആണ്. അത് നമ്മൾ പോയി 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 എച്ച് എത്തുന്ന സമയത്ത് ബി ആവുന്നുണ്ട്. ഇതൊരു ലീനിയർ വേരിയേഷൻ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം, റേഡിയസ് അറ്റ് എനി പോയിന്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി മൈനസ് എ ബൈ എച്ച് ഇൻറ്റു എക്സ് എന്ന് വരും. കണ്ടിട്ട് ആദ്യം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്, ഒന്ന് നോക്കുക. ഇവിടെ എക്സ് 0 ആവുന്ന സമയത്ത് എന്താണ്, ആർ ഓഫ് 0 ഈക്വൽ ടു എന്താണ്, എക്സ് 0 ടു നോക്ക്, എ കിട്ടും അല്ലേ? അതായത് 0 എന്നുള്ള പോയിന്റിൽ റേഡിയസ് എ ആണ്. അതേപോലെ എക്സ് ഈക്വൽ ടു എച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്, ആർ ഓഫ് എച്ച് എന്താ വരിക, ഈ എച്ച് എച്ച് ക്യാൻസലായി, എ മൈനസ് എ ക്യാൻസലായി, ബി വരും. ബി കിട്ടിയില്ലേ, ആർ ഓഫ് എച്ച് ബി ആണ്. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ റേഡിയസ് വാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഇങ്ങനെ വേരി ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ഏരിയൻ്റെ വേരിയേഷൻ? ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പൈ ആർ സ്ക്വയർ ആണല്ലേ. ഓക്കെ, പൈ ആർ ഓഫ് എക്സ്, ആറ് റേഡിയസ് എന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താ വരിക, എ പ്ലസ് ബി മൈനസ് എ ബൈ എച്ച് ഇൻറ്റു എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും, ഇൻറ്റു പൈ. ഇതാണെന്ത്, ഏരിയ. ഇതാണ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ്, സോറി, ഏരിയ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇൻ്റഗ്രൽ പി ഡി എക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് എ ബൈ എച്ച് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ അല്ലേ. 0 to h നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി കോൺസ്റ്റൻ്റ് ഒക്കെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ എന്താ വരിക, കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു കഴിഞ്ഞാൽ പി കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, ഇ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് എ ബൈ എച്ച് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഫ്രം 0 to h. ഇതാണല്ലോ കിട്ടുക. ഫർദർ അൽജിബ്ര ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇവിടെ എന്താണുള്ളത്, സം ഫങ്ഷൻ ഓഫ് എ എക്സ് സ്ക്വയർ അല്ലേ. ഓക്കെ, ഫങ്ഷൻ ഓഫ് എ എക്സ്. ഇത് എന്ത് രീതിയിലുള്ള ഈ ഇൻ്റഗ്രേഷന് നോക്കുക, ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആണിത് അല്ലേ, എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിലാണുള്ളത്. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക,
ഇതിനൊരു ടി ആക്കി എടുക്കുക. ഓക്കെ, ഇതിനൊരു ടി ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഞാൻ ഈ ഭാഗമുള്ളത് റബ്ബ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ടി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ബൈ എച്ച് ഇൻറ്റു എക്സ്. ഓക്കെ, ഇതിന് ടി ആക്കി എടുത്തു. രണ്ട് ഭാഗത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ വരിക, ബി മൈനസ് എ ബൈ എച്ച് ഇൻറ്റു ഡി എക്സ് വരും. ഓക്കെ, അപ്പോൾ ഡി എക്സ് എന്ത് വരും നമുക്ക്, ഡി എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ബി മൈനസ് എ ഇൻറ്റു ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എക്സിന് പകരം ഡി ടി ഇട്ട് കൊടുക്കാം, ഇതിന് പകരം ടി ഇട്ട് കൊടുക്കാം. സിംപ്ലിഫൈ ആയില്ലേ. അപ്പോൾ എന്താ വരിക, എച്ച് ബൈ ബി മൈനസ് എ ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ ഇതിനെല്ലാം നമ്മൾ ടി ആക്കി എടുത്തില്ലേ, ടി സ്ക്വയർ. ലിമിറ്റ് മാറുമോ നോക്ക്. എക്സ് 0 ആവുന്ന സമയത്ത് എന്താ വരിക, എക്സ് 0 ആവുന്ന സമയത്ത് ടി ഈക്വൽ ടു എ. സോ എ ടു ബി ആണ് പുതിയ ഇൻ്റഗ്രലിലെ ലിമിറ്റ് വരിക. ഇവിടെ ഫുള്ള് ഇനി ഇൻ്റഗ്രൽ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, ഡി ടി ബൈ ടി സ്ക്വയർ ഇൻ്റഗ്രേഷൻ എന്താണ് നമുക്കറിയാം. ടി പവർ എൻ ഡി ടിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, ടി പവർ എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ടി സ്ക്വയറിന് പകരം ഒരു മൈനസ് പുറത്ത് വരും. അപ്പോൾ എച്ച് ബൈ ബി മൈനസ് എ ഇൻറ്റു 1 ബൈ ടി മൈനസ് വരും. ഓക്കെ, അങ്ങനെയല്ലേ വരിക, ഇൻ്റഗ്രേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, കാരണം ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി പവർ മൈനസ് 2 ആണ്. അപ്പോൾ ടി പവർ മൈനസ് 2 ഡി ടിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടി പവർ മൈനസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 എന്താണ്, മൈനസ് 1 ഇൻറ്റു 1 ബൈ ടി അല്ലേ, അതല്ലേ അവിടെ എഴുതിയത്, മൈനസ് 1 ബൈ ടി. ഓക്കെ, ഇനി എച്ച് ബൈ ബി മൈനസ് എ നമുക്ക് പുറത്ത് എഴുതാം, ഇൻറ്റു മൈനസ് ഞാൻ മാറ്റിയിട്ട് ലിമിറ്റ് മാറ്റുന്നുണ്ട്, എ ടു ബി. ഓക്കെ, അപ്പോൾ ഫൈനൽ 1 ബൈ എ മൈനസ് 1 ബൈ ബി എന്ന് വരും അല്ലേ. ടിക്ക് പകരം ഞാൻ എയും ബി ഇട്ട് കൊടുക്കുകയാണ് ലിമിറ്റ്. അതെന്താ വരിക, ഫൈനലി എച്ച് ബൈ ബി മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ബി മൈനസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് അവസാനമായിട്ട്, ഇതിനെ നമുക്ക് എന്ത് കിട്ടി, ഈ ഒട്ടാകെ ചെയ്ത സാധനം എന്തായിട്ട് മാറിയിട്ടുണ്ട്, എന്താ വന്നത് നമുക്ക്, എച്ച് ബൈ ബി ഇൻറ്റു എ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി എന്ത് കിട്ടും നമുക്ക്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എച്ച് ബൈ ബി ഇൻറ്റു എ ഇൻറ്റു പൈ ഇൻറ്റു ഇ. ഓക്കെ, ഞാനൊന്ന് തെളിച്ച് എഴുതുന്നുണ്ട്. നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എച്ച് ബൈ പൈ ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു ഇ അല്ലേ. ഇതാണ് ഈ ഒരു പി ഫോഴ്സ് ആക്ട് ചെയ്താൽ ഇതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ശ്രദ്ധിക്കുക, ഈ ഡിഫ്ലക്ഷൻ നെഗറ്റീവ് ആയിരിക്കും, താഴോട്ടായിരിക്കും പോകുക, കാരണം നമ്മൾ പി നെഗറ്റീവ് എടുത്തിട്ടില്ല. പി നെഗറ്റീവ് എടുത്താൽ നമുക്ക് മനസ്സിലായി എന്ത്, ഇത് താഴത്തോട്ടാണ് പോവുക. അപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രെയിറ്റ് റോഡിൻ്റെ കേസിലുള്ള ഫോർമുല എന്തായിരുന്നു. സ്ട്രെയിറ്റ് റോഡിൻ്റെ കേസിൽ
ഈ റോഡിൻ്റെ കേസിൽ ഫോർമുല എന്തായിരുന്നു? പി എൽ ബൈ എ ഇൻറ്റു ഇ. ഈ കേസിൽ നമ്മുടെ ഫോർമുല എന്താണ്? പി എച്ച് ശരിക്കും എൽ തന്നെയാണ് അല്ലേ, ഈ ലെങ്ത് തന്നെ അല്ലേ. പി എൽ ബൈ എക്ക് പകരം നമ്മൾ എന്താ ഇവിടെ വന്നത്? പൈ ഇൻറ്റു എ ഇൻറ്റു ബി. അതെന്ന് പറയുന്നത് എന്താണ്? ഏകദേശം പൈ ഇൻറ്റു R1 ഇൻറ്റു R2 അല്ലേ. ഇത് R1 ആണ്, ഇത് R2 ആണെങ്കിൽ പൈ ഇൻറ്റു R1 ഇൻറ്റു R2 എന്നല്ല ശരിക്കും വന്നത്. അതായത് നമ്മുടെ ഒരു ഏവറേജ് ഏരിയ എടുക്കുന്നതിന് തുല്യമാണിത്. പൈ ഇൻറ്റു R1 ഇൻറ്റു R2. പൈ R² ആണ് ശരിക്കും ഏരിയ. ഈ കേസിൽ എന്താണ്? ഇവിടെ റേഡിയസ് 6 ആണെങ്കിൽ ഏരിയ എന്താണ്? പൈ R² അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് 2 റേഡിയസ് ഉള്ളതുകൊണ്ട് പൈ ഇൻറ്റു R1 ഇൻറ്റു R2 എന്ന് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഡെറിവേഷൻ ഒന്നും ഓർമ്മിച്ചേക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്ത്, ഈ ഫൈനൽ റിസൾട്ട് ആലോചിച്ചാൽ മതി. അത് ആലോചിക്കാൻ എളുപ്പവഴി എന്താണ്? പി എൽ ബൈ എ ഇ തന്നെയാണ്. ഇതിൽ എക്ക് പകരം എന്ത് ചെയ്താൽ മതി? നമ്മൾ പൈ ഇൻറ്റു R1 ഇൻറ്റു R2 എന്ന് എഴുതിയാൽ മതി. പൈ R² തന്നെയാണ് ശരിക്കും ഏരിയ, പക്ഷേ 2 റേഡിയസ് ഉള്ളതുകൊണ്ട് പൈ ഇൻറ്റു R1 ഇൻറ്റു R2 എന്ന് എഴുതുക. ഓക്കെ എവരിവൺ, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സെൽഫ് വെയിറ്റ് കാരണം എന്തായിരിക്കും ഡിഫ്ലക്ഷൻ എന്നാണ്. ഇതിന്റെ മുന്നേ നമ്മൾ കണ്ടത് ഇതുപോലെയുള്ള ഒരു എന്താ പറയാ സിലിണ്ടർ അഥവാ റോഡ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഒരു ആക്സിൽ ഫോഴ്സ് പി കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ ഡിഫ്ലക്ഷൻ വന്നിട്ട് പി എൽ ബൈ എ ഇ എന്ന് നമ്മൾ കണ്ടു. അവിടെ സെൽഫ് വെയിറ്റ് കാരണമല്ല, നമ്മൾ ഈ പി കാരണമുള്ള ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അതല്ല, പി കാരണമല്ല, അതിന്റെ സെൽഫ് വെയിറ്റ് കാരണമുള്ള ഡിഫ്ലക്ഷൻ ആണ് നോക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഗാമ എൽ സ്ക്വയർ ബൈ 2E ആണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. എൽ ഈസ് ലെങ്ത് ഓഫ് ദ റോഡ് ആൻഡ് ഗാമ ഈസ് വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി ആണ്, അഥവാ എം ജി ബൈ വി. എം ജി എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന വെയിറ്റ് ഇൻ ന്യൂട്ടൺസ് ഡിവൈഡ് ബൈ അതിന്റെ വോള്യൂം ഇൻ മീറ്റർ ക്യൂബ്. ഓക്കെ, അഥവാ നിങ്ങൾക്ക് അതിന്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ ഇൻറ്റു ജി ചെയ്താൽ മതി. അഥവാ ഡെൻസിറ്റി ഇൻറ്റു 9.8. അതാണ് നിങ്ങൾ ഗാമക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, ഇ എന്ന് പറഞ്ഞ യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു സെൽഫ് വെയിറ്റ്. ഈ കേസിൽ എന്താണ്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഗാമ എൽ സ്ക്വയർ ബൈ 2E. ഓക്കെ, ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾക്കൊരു കോണാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. കോണാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് അതിന്റെ സെൽഫ് വെയിറ്റ് കാരണമുള്ള ഡിഫ്ലക്ഷൻ? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഗാമ എൽ സ്ക്വയർ ബൈ 6E. എൽ എന്താണ്? ഇതിന്റെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എൽ. ഗാമ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്, വെയിറ്റ് ഡെൻസിറ്റി ആണ്, ഈ യങ്സ് മോഡുലസ് ആണ്. ഇപ്പോൾ സിലിണ്ടറും കോണും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് 2 മാറ്റി 6 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി ജസ്റ്റ് ഫോർമുലൈസ് ചെയ്യാനുള്ളൂ. ഒരു പ്രിസം, ഒരു ക്യൂബോയിഡൽ പ്രിസം ആണെന്ന് വിചാരിക്കുക, ഈ കാണുന്ന. ഓക്കെ, ഇവിടെ നിങ്ങൾ 2 സൈഡിൽ ആക്സിയലായിട്ട് പി എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു പ്രിസത്തിന്റെ ഡിഫ്ലക്ഷൻ എന്നാണ് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത്. അതിന്റെ ഡയമെൻഷൻസ് നോട്ട് ചെയ്യുക. തിക്നെസ് ടി ആണ്. ഓക്കെ, ഇവിടെ വലിയ ഫേസിന്റെ ലെങ്ത് ബി ആണ്, ചെറിയ ഫേസിന്റെ ലെങ്ത് എ ആണ്. തിക്നെസ് ടി എന്നുള്ളത് ഇവിടെ തിക്നെസ് സെയിം തന്നെയാണ്, ടി ആണ്. പിന്നെ ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഓക്കെ, നമുക്കറിയാം നോർമൽ കേസിൽ നമ്മൾ എന്താണ് ഫോർമുല
പഠിച്ചു വെച്ചത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ PL/AE അല്ലേ? ഇതിൽ നിന്ന് നമുക്കിത് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. ഡിറൈവ് മീൻസ് ഓർമ്മിക്കാനുള്ള എളുപ്പത്തിനാണ് ഇത് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഓക്കെ, ഈ പ്രിസത്തിന്റെ ഡിഫ്ലക്ഷൻ എന്താണ്? ഈക്വൽ ടു P ഇൻറ്റു Lന് പകരം Ln എഴുതുക. എന്നിട്ട് അടിയിൽ A ആണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. എക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ T ഇൻറ്റു B ആണോ A ആണോ എടുക്കേണ്ടത്? അവിടെ നിങ്ങൾ B മൈനസ് A എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒരു ഏരിയ ആയിട്ട് വന്നില്ലേ? P ഇൻറ്റു L ഇൻറ്റു T ഇൻറ്റു B, സോറി, P ഇൻറ്റു L ഡിവൈഡ് ബൈ T ഇൻറ്റു B മൈനസ് A ഇൻറ്റു ലോൺ B ബൈ A ഡിവൈഡ് ബൈ E. ഒന്നുമില്ല, PL/AE തന്നെയാണ്. അവിടെ A നമ്മൾ മാറ്റി T ഇൻറ്റു B മൈനസ് A ആക്കുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ടേം ലോൺ B മൈനസ് A കൊടുക്കുന്നു. ഈ സെയിം തന്നെ ഒന്നുകൂടി തെളിച്ച് എഴുതുന്നു. PL/T ഇൻറ്റു B മൈനസ് A ഇൻറ്റു ലോൺ ഓഫ് B ബൈ A ഡിവൈഡ് ബൈ E. നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ എഴുതി വെക്കുക ഈ 3 ഫോർമുലാസ്. ഓക്കെ, ഈ 3 ഫോർമുലാസ് നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ എഴുതി വെക്കുക, സൈക്ലിക് ആയിട്ട് റിവൈസ് ചെയ്യുക.